ഒരേ സമയം 2 ഹൗസിംഗ് ലോൺ എടുത്ത് തൻ്റെ കുടുംബത്തോടുള്ള സ്നേഹവും കടമയും നിറവേറ്റുന്ന ഒരു ക്ലയൻറ്റിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഞാൻ ആൽഫ്രഡ് ജോസ്. ഞാനൊരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറാണ്. എൻ്റെ ക്ലയൻറ്റും സുഹൃത്തുമായ ഒരു വ്യക്തി ഈയിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നു. ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെ സമീപിച്ചത്. വടക്കൻ കേരളത്തിലെ ഒരു മുസ്ലിം കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തൻ്റെ കഠിനാധ്വാനത്താൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കുകയും പിന്നീട് ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ഉയർന്ന സാലറിയിൽ അദ്ദേഹം ജോലി നേടുകയും ചെയ്തു. വിവാഹിതനായ അദ്ദേഹത്തിന് ഒരു മകളും ഒരു മകനുമാണുള്ളത്. സ്വന്തം കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടമകൾ നിറവേറ്റുന്നതിൽ ബദ്ധശ്രദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവ്, മാതാവ്, സഹോദരൻ, സഹോദരി എന്നിവരാണ് അദ്ദേഹത്തോടൊപ്പം താമസം. ആ പ്രദേശത്തുള്ളവർ മരുമക്കത്തായം ഫോളോ ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ആയതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്, കുടുംബ വീട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് നൽകാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഈ വീടിന് വേണ്ടി അവർ ഒരു 68 ലക്ഷം രൂപ SBIയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഈ ലോണിലേക്ക് അദ്ദേഹത്തിൻ്റെ വീതമായ ഒരു 50,000 രൂപയാണ് എല്ലാ മാസവും അദ്ദേഹം അടയ്ക്കുക. ബാക്കി തുക അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അടയ്ക്കുന്നത്. അദ്ദേഹത്തിന് ഇതിന് പുറമെ മറ്റൊരു വീട്, അതായത് സ്വന്തം ഫാമിലി, സ്വന്തം ഭാര്യയും മക്കളോടൊപ്പം ജീവിക്കാനായിട്ടൊരു വേറൊരു വീട് കൂടി വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പം ഇതെല്ലാം കൂടി ഇദ്ദേഹത്തിൻ്റെ ഈ സാലറിയിൽ നിന്ന് സാധിക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത മറ്റു തരത്തിലുള്ള നിക്ഷേപങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ മതപ്രകാരം അനുവദനീയമായ നിക്ഷേപങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ കൂടിയാണ് നമ്മൾ ഈ അദ്ദേഹത്തിന് തയ്യാറാക്കി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഈ പ്ലാൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് എക്കണോമിക് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, അതായത് പണപ്പെരുപ്പം നമ്മളൊരു 6%, അതേപോലെ എഡ്യൂക്കേഷൻ്റെ ഇൻഫ്ലേഷൻ കുറച്ചും കൂടി ഹയർ ആയിട്ടാണ് സാധാരണ വരിക, അതൊരു 10%. അതുപോലെ മാരേജ് ഇൻഫ്ലേഷൻ, കല്യാണത്തിൻ്റെ ഒരു 8%. പിന്നെ സാലറി ഹൈക്ക്, അതായത് ഇദ്ദേഹത്തിന് ഓരോ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു 10% സാലറി കൂടുതൽ ഇൻക്രിമെൻ്റ് ആയിട്ട് ലഭിക്കുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ, അതായത് വീട് വെക്കുക മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ റിയൽ എസ്റ്റേറ്റിന് ഒരു 5% ആണ് നമ്മൾ അപ്രിസിയേഷൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇക്വിറ്റി, അതായത് ഷെയർ മാർക്കറ്റിലുള്ള ഈ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ അതിനുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 12%. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഫാക്ടേഴ്സിനെ കുറിച്ചുള്ള അസംഷൻ. ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ കറണ്ട് ഫാമിലി സ്റ്റാറ്റസ് നോക്കാം. അദ്ദേഹത്തിന് 33 വയസ്സായി. അതോടൊപ്പം തന്നെ ഭാര്യ 27 വയസ്സ്, ഒരു മകൾ 5 വയസ്സ്, ഒരു മകൻ ഇപ്പോൾ ന്യൂ ബോൺ ആണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് 65 വയസ്സ്. അദ്ദേഹം ചെറിയൊരു ബിസിനസ് നടത്തുന്നുണ്ട്. മാതാവ് ഒരു ഹൗസ് വൈഫാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദറുണ്ട്. അതേപോലെ തന്നെ സിസ്റ്റർ, 2 സിസ്റ്റർമാരുണ്ട്. അതിലൊരു സിസ്റ്റർ മാരീഡായി, മറ്റൊരു സിസ്റ്റർ മാരീഡ് ആവാതെ നിൽപ്പുണ്ട്. ഒരു 3 വർഷത്തിനുള്ളിൽ അവരുടെ വിവാഹം വരും. അപ്പം ഞാൻ അദ്ദേഹവുമായിട്ട് നടത്തിയ ഡിസ്കഷനിൽ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, അദ്ദേഹത്തിന് ഒരു സൈബർ സെക്യൂരിറ്റി കോഴ്സ് ചെയ്യണമെന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഏകദേശം ഒരു 4-5 ലക്ഷം രൂപയാകും. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് ഒരു 3-4 വർഷത്തിന് ശേഷം ഒരു ബിസിനസ് തുടങ്ങാൻ ഒരു ആഗ്രഹമുണ്ട്. അതായത് നിലവിലുള്ള ജോലി വെച്ചുകൊണ്ട് തന്നെ പാർട്ട് ടൈമായിട്ടൊരു ബിസിനസ് തുടങ്ങുകയും അത് വൈഫിനെ ഏൽപ്പിക്കുകയും പിന്നീട് കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന സമയത്ത് ഒരുപക്ഷെ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്ന രീതിയിൽ വരെയുള്ള, അങ്ങനെ ഒരു രീതിയിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള ഒരു ബിസിനസ് അദ്ദേഹത്തിന് തുടങ്ങാൻ ആവശ്യമുണ്ട്. ഇതിലേക്ക് വേണ്ടി അദ്ദേഹത്തിന് ഏകദേശം ഒരു വർഷത്തെ ഒരു ഫണ്ട്, ഒരു വർഷത്തെ ലിവിങ് എക്സ്പെൻസ് ആയിട്ടുള്ള ഫണ്ട് ബാക്കപ്പ് ആയിട്ട് വേണം. പിന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനൊരു ഹൗസ്, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, മറ്റൊരു വീട് വേണം. നിലവിലുള്ള ഫാമിലിയുടെ എടുത്തേക്കുന്ന ഫാമിലി ഹോമായിട്ടുള്ള ലോൺ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. അതോടൊപ്പം തന്നെ മറ്റൊരു വീട്, അത് ഒരുപക്ഷെ അത് സ്വന്തം നാട്ടിലാകാം, അല്ലെങ്കിൽ അത് ബാംഗ്ലൂർ, നിലവിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന ബാംഗ്ലൂരിലാവാം. എവിടെയെങ്കിലും ഒന്നുകിൽ ഫ്ലാറ്റ്, ബാംഗ്ലൂർ ആണെങ്കിൽ ഫ്ലാറ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലൊരു വീട് പണിത് അവിടെ താമസിക്കുക, അങ്ങനെ ഒരു ആഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് സിസ്റ്ററിൻ്റെ മാരേജ് ഓൾറെഡി പറഞ്ഞു, 10 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചിലവിൽ ആവശ്യമുണ്ട്.
പിന്നെ ഒരു കാറ്, ഒരു 12 ലക്ഷം രൂപ വില വരുന്ന ഒരു കാറ് അദ്ദേഹത്തിന് ഉടൻ തന്നെ വാങ്ങാൻ ആഗ്രഹമുണ്ട്. കാരണം നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ കാറ് 2011 മോഡൽ കാറാണ്. അതായത് ഇപ്പോൾ ഏകദേശം 14 വർഷം പഴക്കമുള്ളൊരു കാറാണ്. അപ്പോൾ അത് മാറ്റി അദ്ദേഹത്തിന് ഉടൻ തന്നെ, അതിപ്പോൾ നിലവിൽ തന്നെ ഒത്തിരി എക്സ്പെൻസ് അതിൽ മെയിൻ്റനൻസ് കോസ്റ്റായി വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു കാറ് വാങ്ങണം. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു 10 ലക്ഷം രൂപ വീതം, ഇന്നത്തെ ടൈംസിൽ ഒരു 10 ലക്ഷം രൂപ വീതം അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കണം. അതുപോലെ തന്നെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഇന്നത്തെ ടൈംസിൽ ഒരു 15 ലക്ഷം രൂപ മാറ്റിവെക്കണം. അത് അവരുടെ 22ാമത്തെ വയസ്സ്, നിലവിൽ മകൾക്ക് 5 വയസ്സാണുള്ളത്, അവളുടെ 22ാമത്തെ വയസ്സിലേക്കാണ്. അതുപോലെ മക്കളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയാണ്. അതായത് അവർ ഏകദേശം 18 വയസ്സാകുന്ന ആ ഒരു സമയത്തേക്കാണ് അദ്ദേഹത്തിന് ഈ ഫണ്ട് ആവശ്യമുള്ളത്. എഡ്യൂക്കേഷൻ്റെ ഫണ്ട് 10 ലക്ഷം രൂപ വീതം ആവശ്യമുള്ളത്. പിന്നെ അദ്ദേഹം ഏകദേശം ഒരു 60 വയസ്സ് വരെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം വരെ ജീവിച്ചിരിക്കുന്നു, ഒരു ഏകദേശം കണക്കൊരു 90 വയസ്സ് വരെ നമ്മൾ ഒരു മാക്സിമം ടോപ്പ് ഇട്ടിട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ നിലവിൽ അദ്ദേഹത്തിന് ടൈം ഇൻഷുറൻസുകളൊന്നുമില്ല. ഒരു LIC പോളിസിയാണ് ആകെയുള്ളത്. അത് ഒരു മണി ബാക്ക് പോളിസിയാണ്. അതിന് ഏകദേശം 15 ലക്ഷം രൂപയാണ് കവറേജ് ഉള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിന് വേണ്ട ഒരു കവറേജ് നൽകുന്ന ഒരു പോളിസിയല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഹെൽത്ത് ഇൻഷുറൻസ് നൽകുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, അതായത് ഫാമിലി എന്ന് പറയുമ്പോൾ ഭാര്യ, 2 മക്കൾ, ഇവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അദ്ദേഹത്തിൻ്റെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് വെറും 3 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടാകുകയും അദ്ദേഹം വളരെ അധികം തുക അതിനു വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിന് ഏകദേശം 5-6 ലക്ഷം രൂപ എക്സ്പെൻസ് വന്നു. അപ്പോൾ അതിൽ 3 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ. ബാക്കി തുക അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് ചിലവാക്കേണ്ടി വന്നു. അപ്പം ഇതാണ് അദ്ദേഹം പ്രധാനമായും എന്നെ സമീപിക്കാനൊരു കാരണം. നമുക്കൊരു ഫിനാൻഷ്യൽ പ്ലാൻ വേണം, അതെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം. പിന്നെ അദ്ദേഹത്തിന് ഷെഡ്യൂൾ അനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് താല്പര്യം. പിന്നെ പലപ്പോഴും അദ്ദേഹം അവരുടെ ഇൻലോസിൻ്റെ കൂടെ താമസിക്കാറുണ്ട്. അപ്പോൾ അവിടെ ചെറിയ എക്സ്പെൻസുകളൊക്കെ വരാറുണ്ട്. അത് നമ്മൾ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. ഇനി ഇദ്ദേഹം പറയാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് പറയുന്നത്. അതായത് ഞാൻ സജസ്റ്റ് ചെയ്ത ഒന്ന്, അദ്ദേഹത്തിനൊരു എമർജൻസി ഫണ്ട് വേണം. ഇൻ കേസ് എന്തെങ്കിലും ഒരു കാലത്ത് ഒരു ജോലി നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 6 മാസം നമ്മൾ സർവൈവ് ചെയ്യാൻ, അല്ലെങ്കിൽ അടുത്ത ജോലി കണ്ടുപിടിക്കുന്നവരെ ഒരു സർവൈവൽ, നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ് ഈ എമർജൻസി ഫണ്ട് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അത് വേണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഫാമിലിക്ക് വേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം. അതേപോലെ സ്വന്തം ഹെൽത്ത് ഇൻഷുറൻസ് ടോപ്പപ്പ് ചെയ്യണം. അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് 3 ലക്ഷം രൂപയാണ് എംപ്ലോയറുടെ നിന്ന് കവറേജ് ഉള്ളൂ. അതൊരു 10 ലക്ഷം രൂപയായിട്ടെങ്കിലും കൂട്ടണം. അതുപോലെ തന്നെ ഫാമിലി എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും അതുപോലെ ഒരു സിസ്റ്ററും, ഇവരെ ഉൾപ്പെടുത്താൻ പറ്റും. അവരെ ഉൾപ്പെടുത്തിയ മറ്റൊരു ഇൻഷുറൻസ് പോളിസി വേണം. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു ടൈം ഇൻഷുറൻസ്, അതായത് ഇദ്ദേഹത്തിന് ആകസ്മികമായി പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമായ തുക നമുക്ക് ആ ഇൻഷുറൻസിൽ നിന്ന് കിട്ടണം. പിന്നെ ഒരു റിട്ടയർമെൻറ്റ് ഫണ്ടിനെ കുറിച്ച് ഇദ്ദേഹം ഇതുവരെ ആലോചിച്ചിട്ടില്ല. അപ്പം നമ്മളത് സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു റിട്ടയർമെൻറ്റ് ഫണ്ട് എന്തായാലും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ റിട്ടയർമെൻറ്റ് കാലത്ത്, അതായത് 60 വയസ്സിന് ശേഷം ആവതില്ലാത്ത കാലത്ത് ഒരു റിട്ടയർമെൻറ്റ് ഫണ്ട് അന്നത്തെ എക്സ്പെൻസസിന് വേണ്ടി നമ്മളിപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കരുതി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അന്നേരം പറഞ്ഞത്. ഇനി അദ്ദേഹത്തിൻ്റെ സാലറി ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 2.5 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ സാലറി ആയിട്ട് വരുന്നത്. ഏകദേശം 2 ലക്ഷം രൂപ, അതായത് ആനുവലി ഒരു ഏകദേശം 30 ലക്ഷം രൂപയിൽ താഴെ നിൽക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് സാലറി കിട്ടുന്നുണ്ട്. അതിൽ നിന്നുള്ള കമ്പൽസറി ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് ഏകദേശം നെറ്റ് സാലറി ആയിട്ട് ഏകദേശം 1,80,88,000 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. അതിനകത്ത് ഇൻലോസിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ ഒരു 10,000 നമുക്ക് എക്സ്പെൻസ് വരിക. അതുപോലെ തന്നെ ഫാമിലി എക്സ്പെൻസ്, സ്വന്തം വീട്ടിലൊരു 20,000 രൂപ. പിന്നെ ബാംഗ്ലൂർ അദ്ദേഹത്തിന് ജോലി സംബന്ധമായി പോകുമ്പോൾ അവിടുത്തെ ചിലവ് ഏകദേശം ഒരു 25,000 രൂപ. അതിൽ പെട്രോള് കാര്യങ്ങളൊക്കെ എല്ലാം ഉൾപ്പെടും. അങ്ങനെ മൊത്തം ഒരു 55,000 രൂപ ഒരു മാസം അദ്ദേഹത്തിന് ചിലവുണ്ട്. പിന്നെ റെഗുലർ ഔട്ട്ഫ്ലോസ്, അത് നിലവിലുള്ള ഔട്ട്ഫ്ലോസ് ആണ്. അതായത് ചിട്ടി, ഒരു 13,000 രൂപയുടെ ചിട്ടിയുണ്ട്. അതിൽ 10,000 രൂപ എന്ന് പറയുന്നത് ആണ് ശരിക്കും ചിട്ടി. ബാക്കി 3,000 രൂപ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കകത്ത് തന്നെയുള്ള ഒരു സേവിങ്സ് സ്കീം പോലെ ഒരു പദ്ധതിയാണ്.
പിന്നെ ഒരു 1500 രൂപ അദ്ദേഹം നിലവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് ഒരു SIP ആയിട്ട്. അതേപോലെ തന്നെ ചൈൽഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 8000 രൂപ അദ്ദേഹത്തിന് ചിലവാകുന്നുണ്ട്. പിന്നെ LIC ഓൾറെഡി ഒരു 6800 രൂപ എല്ലാ മാസവും അദ്ദേഹം അടയ്ക്കുന്നുണ്ട്. ഹൗസിംഗ് ലോൺ EMI എന്ന് പറയുന്നത് ഒരു 50000 രൂപ. ഇപ്പം നിലവിൽ 25000 ആണ്, കാരണം ഹൗസിംഗ് ലോണിൻ്റെ ഇത് ഫുൾ ഇതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഫുൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നിലവിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഫുൾ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 50000 രൂപ അദ്ദേഹം എല്ലാ മാസവും അടയ്ക്കേണ്ടി വരും. അപ്പോൾ നിലവിൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്യാഷിൻ്റെ ഫ്ലോ. ഇനി അദ്ദേഹത്തിൻ്റെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അതെങ്ങനെ അതിലേക്ക് എത്താൻ നോക്കാം. ആദ്യം ആയിട്ട് നമ്മൾ പറഞ്ഞതൊന്ന് എമർജൻസി ഫണ്ടാണ്. എമർജൻസി ഫണ്ടിന് വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. അതിനുശേഷം അതിലേക്ക് ഒരു 15000 രൂപ വീതം എല്ലാ മാസവും മാറ്റിയിടുക. ഇത് നമ്മളൊരു ഇൻട്രസ്റ്റ് ഫ്രീ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ബിയർ ചെയ്യാൻ താല്പര്യമുള്ള ആളായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മറ്റ് ഷോർട്ട് ടൈം ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഡെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ടാണ് എമർജൻസി ഫണ്ടിന് നമ്മളൊരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് എടുത്ത് അതിലേക്ക് ഒരു 15000 രൂപ എല്ലാ മാസവും മാറ്റുക. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ഇതിന് ഏകദേശം ഒരു 9000 രൂപയാണ് അദ്ദേഹത്തിന് വരിക. അപ്പോൾ ഈ ഒരു സൂപ്പർ ടോപ്പ് പ്ലാനിന് ഏകദേശം ഒരു 9000 രൂപയാണ് ആനുവൽ പ്രീമിയം വരിക. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ചേരാവുന്നതാണ്. ഏകദേശം ഒരു 50000 രൂപ ഇതിന് ആനുവൽ പ്രീമിയം വരും. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിന് ഇപ്പോൾ ഏകദേശം ഒരു 65 വയസ്സായി. അപ്പം അതുകൊണ്ട് തന്നെ ആണ് പ്രീമിയം അത്രയും കൂടുതലായിട്ട് വരിക. അപ്പോൾ ആ ഒരു പ്രീമിയത്തിലുള്ള ഇൻഷുറൻസ് തരിക. പിന്നെ നിലവിലൊരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്, ഒരു LIC. അതൊരു മണി ബാക്ക് പോളിസിയാണ്. അതിന് ഏകദേശം അദ്ദേഹം ഒരു 81600 രൂപ, അതായത് മാസം 6800 രൂപ വെച്ച് 12 മാസം കൂടുമ്പോൾ ഏകദേശം 81600 രൂപ അദ്ദേഹം പ്രീമിയം അടയ്ക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻഷുറൻസിനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നഷ്ടമായിരിക്കും ജനറലി. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ഈ ഇത്രയും തുക അടച്ചിട്ടും 20-21 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന മണി ബാക്ക് ഏകദേശം 15 ലക്ഷം രൂപ മാത്രമാണ്. അപ്പം അത്തരത്തിലുള്ളൊരു പോളിസി ഒഴിവാക്കി പകരം ആ പ്രീമിയം ഉപയോഗിച്ച് തന്നെ നമുക്ക് ഏകദേശം 2.25 കോടി രൂപയുടെ ഒരു ടേം ഇൻഷുറൻസും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസുകൾ നമുക്ക് കിട്ടും. അതായത് 33500 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ടേം ഇൻഷുറൻസ് വരിക. പിന്നെ 50000 രൂപ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് വരും. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു 9000 രൂപയും കൂടെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്ത ഒരു സൂപ്പർ ടോപ്പ് പോളിസി. അപ്പം ഏകദേശം ഒരു 90000 രൂപയ്ക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ഇൻഷുറൻസും കവറാകും. അതേസമയം ഈ ഒരു പോളിസി അടയ്ക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ആ ഒരു എമൗണ്ട് ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇത്രയും ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും. അതായത് 3 ഇൻഷുറൻസ് എടുക്കും. പക്ഷേ ആ ഒരു 81000 രൂപ ഈ ഒരു LIC മാത്രം അടച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു മണി ബാക്ക് പോളിസിയിൽ മാത്രം അടച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന വെറും 15 ലക്ഷം രൂപയുടെ കവറേജാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഒരു രീതിയാണ്. ഈ LIC സറണ്ടർ ചെയ്തിട്ട് മറ്റ് ഇൻഷുറൻസ് നമ്മൾ സജസ്റ്റ് ചെയ്ത ഇൻഷുറൻസിലേക്ക് മാറാൻ. റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആണ്. റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ആവശ്യമായ തുകയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറണ്ട് കോസ്റ്റ് ഓഫ് ലിവിങ് നിലവിൽ അദ്ദേഹത്തിന് ഏകദേശം 55000 രൂപയാണ് ഒരു മാസം ചിലവ് വരിക. ഇതിനകത്ത് നമ്മൾ ജനറൽ ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും കൂട്ടിയിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം 55000 രൂപ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു 60 വയസ്സാകുമ്പോൾ, അതായത് നിലവിൽ 33 വയസ്സുണ്ട്. അപ്പോൾ ഇനിയൊരു 27 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഏകദേശം അന്നത്തെ നിലവിലെ 55000 രൂപ എന്ന് പറയുന്നത് അന്നത്തെ ഏകദേശം 2,65,000 രൂപയാണ്. അപ്പം 60 വയസ്സ് തൊട്ട് ഈ 2,65,000 രൂപ പ്ലസ് അതിൻ്റെ ഇൻഫ്ലേഷൻഡ് ആയിട്ടുള്ള വാല്യൂ 90 വയസ്സ് വരെ ജീവിക്കാവുന്ന ഒരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 5,70,00,000 രൂപയാണ് ഇതിനു വേണ്ടി 60 വയസ്സാകുമ്പോഴത്തേക്ക് അദ്ദേഹം കണ്ടെത്തേണ്ടത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു 10000 രൂപ മാസം SIP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് എല്ലാ വർഷവും ഒരു 10% വീതം ഇൻക്രീസ് ചെയ്യുക. അതായത് ഇപ്പോൾ 10000 ആയി, അടുത്ത വർഷം 11,000 ആയി. അതായത് 10%-ൻ്റെ 10000ത്തിൻ്റെ 10% 1000 കൂടി 11,000. പിന്നത്തെ വർഷമായി 11,000ത്തിൻ്റെ 10% കൂടുക. അങ്ങനെ കൂട്ടി സ്റ്റെപ്പ് ആയിട്ട് ഒരു SIP ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഈ ഫണ്ട് കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം സാധിക്കും. അതായത് 60 വയസ്സാകുമ്പോഴത്തേക്ക്.
പിന്നെ ഉള്ളത് നമ്മൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജാണ്. അത് ഏകദേശം 3 വർഷത്തിന് ഉള്ളിലാണ് നടക്കാൻ പോകുക. 3 വർഷത്തിനുള്ളിൽ നടക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 10 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ആവശ്യം. അപ്പോൾ അത് ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 13 ലക്ഷം രൂപയുടെ ഒരു കോസ്റ്റിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് ഒരു KSFE ചിട്ടിയാണ്. ഇപ്പോൾ KSFE ചിട്ടിയിൽ 2 ചിട്ടികളാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് 25,000 × 40, പിന്നെ 10,000 × 40. അപ്പോൾ ഈ 2 ചിട്ടി അദ്ദേഹം ഇടയ്ക്കൊന്നും വിളിച്ചെടുക്കേണ്ട, ജസ്റ്റ് അടച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. അപ്പം അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേറെ ജാമ്യം കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള നൂലാമാലകളൊന്നും അതിൽ വരില്ല. ഏറ്റവും അവസാനത്തേക്ക് അദ്ദേഹത്തിന് ഈ ചിട്ടി വിളിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ KSFEയിൽ ചേരുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥാപനമാണ് KSFE ചിട്ടികൾ. കാരണം അതിൽ ഇൻട്രസ്റ്റ്, ഇപ്പോൾ ചിട്ടിയായിട്ട് വരുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഒന്നും വരില്ല എന്നുള്ളതുകൊണ്ടാണ് KSFE ചിട്ടിയിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അന്നേരം ഏകദേശം അവസാനം അദ്ദേഹത്തിന് ഏകദേശം 13,16,000 രൂപയാണ് ഇതിൻ്റെ മച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് ലഭിക്കുക അദ്ദേഹത്തിന്. അപ്പോൾ 13,10,000 ആണ് സിസ്റ്ററിൻ്റെ മാരേജിനായിട്ട് അന്നത്തെ ഒരു രീതിയിൽ അദ്ദേഹത്തിന് ഏകദേശം കോസ്റ്റ് ആവുക. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഡോട്ടേഴ്സ് മാരേജ് എക്സ്പെൻസ് ആണ്. ഇത് നമ്മളൊരു SIP ആണ് സജസ്റ്റ് ചെയ്യുന്നത്, ഒരു ഇക്വിറ്റി ഫണ്ടിൽ. അപ്പം അത് ഇപ്പം നിലവിൽ 15 ലക്ഷം രൂപയാണ് അദ്ദേഹം ഇപ്പോഴത്തെ കോസ്റ്റ് പറയുന്നത്. അപ്പോൾ അന്ന്, അതായത് ഒരു 17 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൾക്കൊരു 22 വയസ്സാകുമ്പോഴത്തേക്കും, അപ്പോൾ ഇപ്പോഴത്തെ ടേംസിൽ 15 ലക്ഷം രൂപ എന്ന് പറയുന്നത് അന്ന് ഒരു ഏകദേശം 55,50,000 രൂപ വരും. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒരു SIP ആണ് നമ്മളൊരു ഇക്വിറ്റി ഫണ്ടിലാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇക്വിറ്റി ഫണ്ടിൽ 9,000 രൂപ വെച്ച് എല്ലാ മാസവും ഇപ്പോൾ തൊട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത മക്കളുടെ വിദ്യാഭ്യാസമാണ്. മക്കളുടെ ജനറലായിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ സാധാരണ സാലറിയിൽ നിന്ന് നടന്നു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ട. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ, അതായത് അദ്ദേഹത്തിൻ്റെ മക്കൾ +2-ന് ശേഷം എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ അന്നേരത്തെ വിദ്യാഭ്യാസത്തിനുള്ള ചിലവാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതിന് നിലവിലെ ഒരു 10 ലക്ഷം രൂപയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇപ്പം മകൾക്ക് 5 വയസ്സാണ്. അപ്പോൾ 17 വയസ്സാകുമ്പോഴത്തേക്കും ഏകദേശം 12 വർഷമാണ് ഉള്ളത്. അപ്പം ആ 12 വർഷത്തേക്ക് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ 10 ലക്ഷം എന്ന് പറയുന്നത് ഒരു 31,40,000 രൂപയാവും. അതുപോലെ മകൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം മകൻ ജനിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 17 വർഷം കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ഏകദേശം ഇപ്പോഴത്തെ 10 ലക്ഷം എന്ന് പറയുന്നത് അന്നത്തെ 50,50,000 രൂപ. അപ്പം ഈ ഒരു സെനാരിയോയിൽ അദ്ദേഹത്തിന് അന്ന് ആ ഒരു ഫണ്ട് ലഭിക്കാനായിട്ട് അദ്ദേഹത്തിന് നമ്മളൊരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ, അതായത് എത്തിക്കൽ ഫണ്ടിൽ ഒരു മകൾക്ക് വേണ്ടി മാസം ഒരു 14,100 രൂപയും മകന് വേണ്ടി മാസം ഒരു 10,700 രൂപയും ഇക്വിറ്റി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി ചിട്ടിയാണ്. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളതിൽ ഇടപെട്ടിട്ടില്ല. അത് 3,000 രൂപ വെച്ച് എല്ലാ മാസവും അദ്ദേഹം അടയ്ക്കുന്നുണ്ട്. അത് ഫാമിലിക്കുള്ളിൽ നടക്കുന്ന ചെറിയൊരു സമ്പാദ്യ പദ്ധതിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സൈബർ സെക്യൂരിറ്റി കോഴ്സാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സൈബർ സെക്യൂരിറ്റി കോഴ്സിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമ്മളൊരു 20,000 രൂപ വെച്ച് എല്ലാ മാസവും ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 2,40,000 രൂപയ്ക്ക് മുകളിലുണ്ടാവും. ഈ തുക ഉപയോഗിച്ച് അദ്ദേഹത്തിന് സൈബർ സെക്യൂരിറ്റി കോഴ്സിൻ്റെ ജോയിൻ ചെയ്യാം. അതായത് ആദ്യ വർഷത്തെ ഫീസ് അടയ്ക്കാം. അതോടൊപ്പം അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്ത വർഷം വീണ്ടും എല്ലാ മാസവും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക 20,000 തന്നെ. അത് 2ാമത്തെ വർഷത്തെ ഫീസായിട്ട് അദ്ദേഹത്തിന് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് അത് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ഹൗസിംഗ് ലോണിൻ്റെ കാര്യമാണ്. ഇപ്പം നിലവിലുള്ള ഹൗസിംഗ് ലോണിൽ അദ്ദേഹം ഏകദേശം 50,000 രൂപയാണ് അടയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് പെട്ടെന്ന് അടച്ച് തീർക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളിവിടെ സജസ്റ്റ് ചെയ്യുന്നത്, നമുക്കറിയാം ഈ ഹൗസിംഗ് ലോണിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 9-10 മാക്സിമം ആ റേറ്റിലൊക്കെ വരാറുള്ളൂ. പക്ഷെ നമ്മുടെ ഇക്വിറ്റി ഫണ്ടുകൾക്ക് മിക്കവാറും ഒരു 12% ഒക്കെ റിട്ടേൺ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ ഹൗസിംഗ് ലോൺ അടച്ച് തീർക്കുന്നതിന് പകരം നമുക്ക് അഡീഷണൽ അടയ്ക്കാമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തുക ഈ ഇക്വിറ്റി ഫണ്ടിൽ ഒരു SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടും. അങ്ങനെ ഈ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് സിംഗിൾ പേയ്മെൻറ്റിന് ഈ ഹൗസിംഗ് ലോൺ എപ്പോഴെങ്കിലും ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിക്കഴിയുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഫുൾ എമൗണ്ട് അടച്ചിട്ട് ആ ലോൺ ക്ലോസ് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്.
പിന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ വീട് വെക്കാൻ നമുക്ക് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ നാട്ടിലൊരു വീട് വെക്കുക. നാട്ടിൽ വീട് വെക്കുകയാണെങ്കിൽ ഒരു 20 ലക്ഷം രൂപയുടെ ഒരു പ്ലോട്ട് വാങ്ങിക്കുക. അതിന് ശേഷം ഒരു 40 ലക്ഷം രൂപ കൺസ്ട്രക്ഷനായിട്ട് ചിലവാക്കുക. അപ്പോൾ ഈ 20 ലക്ഷം രൂപ പ്ലോട്ട് മേടിക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 20 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപയോളം, അതായത് 50% മാത്രമേ ബാങ്കുകളിൽ നിന്ന് ഫിനാൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാർജിൻ മണി കൂടുതലായിട്ട് കണ്ടെത്തേണ്ടി വരും. എന്നാൽ അതേസമയം നമ്മൾ ഒരു ബാംഗ്ലൂരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുകയാണെങ്കിൽ, അപ്പോൾ അതിനൊരു 60 ലക്ഷം രൂപയാണെങ്കിലും അതിൻ്റെ 90% ബാങ്ക് ഫിനാൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അദ്ദേഹത്തിന് വരിക എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഒരു ഫ്ലാറ്റ് വാങ്ങിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടി ക്യാഷ് ഫ്ലോ ഈസി ആയിരിക്കും. അതേസമയം നാട്ടിൽ വീട് വെക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്യാഷ് ഫ്ലോ കുറച്ചും കൂടി ടൈറ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ഫർദർ റിവ്യൂസിൽ ഏത് വേണമെന്ന് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടിയ ശേഷം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും ജനറലായിട്ട് നമ്മളിവിടെ അദ്ദേഹത്തിനൊരു പ്ലാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് കോസ്റ്റ് ഓഫ് പ്ലോട്ട് 20, അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ ആണ് 20. അപ്പോൾ ഒരു 7 വർഷത്തിന് ശേഷമാണ് നമുക്ക് അങ്ങനെ സജസ്റ്റ് ചെയ്യാം. അതായത് നാട്ടിൽ വീട് വെക്കാനാണെങ്കിൽ ഒരു 7 വർഷത്തിന് ശേഷമേ അത് നിലവിലെ സാഹചര്യത്തിൽ ഈ മറ്റ് ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കി വരുമ്പോഴത്തേക്ക് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ഏകദേശം ഒരു 14 ലക്ഷം രൂപയോളം നമുക്ക് ഫിനാൻസ് ലഭിക്കും. ബാക്കി 14 ലക്ഷം മാർജിൻ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ബിൽഡിംഗ് കോസ്റ്റ് ആയിട്ട് ഏകദേശം ഇപ്പോൾ 40 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു 7 വർഷം കഴിയുമ്പോൾ 56 ലക്ഷം രൂപ വരും. അതിൻ്റെ ഒരു 50 ലക്ഷം രൂപയായിരിക്കും ഫിനാൻസ് ലഭിക്കുക. അപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പം അദ്ദേഹത്തിന് ഒരു 64 ലക്ഷം രൂപ ടോട്ടലിൽ ഫിനാൻസ് ലഭിക്കും. ബാക്കി ഏകദേശം 20 ലക്ഷം രൂപയോളം അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് മാർജിനായിട്ട് എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനാണ് നിലവിലുള്ളത്. അപ്പോൾ ആ സമയത്തുള്ള EMI എന്ന് പറയുന്നത് ഏകദേശം ഒരു 58,000 രൂപയായിരിക്കും അദ്ദേഹത്തിന് വരിക. ഇനി അടുത്ത ബാംഗ്ലൂർ വീട് വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്കിപ്പോൾ 90%ഓളം ഫിനാൻസ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വർഷം ഒരു 60,000 രൂപ വെച്ച് മാസം അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തെ സേവിങ്സ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ മാർജിൻ മണി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതേസമയം നാട്ടിൽ വീട് വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ അത്രയും ഫണ്ട് പോരാ, 20 ലക്ഷത്തോളം രൂപ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കൊല്ലം ഒരു 30,000, രണ്ടാമത്തെ കൊല്ലം ഒരു 60,000, മൂന്നാമത്തെ കൊല്ലം ഒരു 90,000, ഇങ്ങനെ 3 വർഷത്തേക്ക് സേവ് ചെയ്തതിന് ശേഷം ബിൽഡിംഗ് പണി സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ കാറാണ്. കാറ് ആദ്യം നമ്മൾ ഫസ്റ്റ് ഡിസ്കഷനിൽ അത്ര ഒരു മേജർ പോയിന്റ് ആയിട്ട് വന്നിരുന്നില്ല. പിന്നീട് രണ്ടാമത്തെ ഡിസ്കഷനിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അർജൻറ്റായിട്ട് തന്നെ ഒരു കാറ് വേണം എന്ന് പറഞ്ഞു. കാരണം നിലവിൽ അദ്ദേഹത്തിൻ്റെ കാർ മെയിൻ്റനൻസ് കോസ്റ്റ് ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇപ്പം നിലവിൽ ഒരു 13,20,000 രൂപ കോസ്റ്റ് വരുന്ന ഏതെങ്കിലും ഒരു കാറാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതിലൊരു 12 ലക്ഷം രൂപ അദ്ദേഹം ഫിനാൻസ് നമ്മൾ ലോൺ എടുത്ത് അത് കണ്ടെത്തും. ബാക്കി ഒരു 1,20 അദ്ദേഹത്തിനൊരു ചിട്ടി ഇപ്പം നിലവിൽ കയ്യിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഫണ്ടോ അല്ലെങ്കിൽ നിലവിലുള്ള കാറ് വിറ്റിട്ടുള്ള ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് ആ മാർജിൻ മണി കണ്ടെത്താനായിട്ട് സാധിക്കും. അതൊരു 9.5% പലിശയാവും ഏകദേശം. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഏകദേശം ഒരു 19,700 രൂപ ഇൻട്രസ്റ്റ് വരും. അപ്പം ഇങ്ങനെ ഇതിലൂടെ അദ്ദേഹത്തിന് പുതിയൊരു കാറോടൻ തന്നെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളെ ഈ പ്ലാൻ ചെയ്തപ്പം ഏറ്റവും പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ അലട്ടിയ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പ്ലാനാണ്. ബിസിനസ് തുടങ്ങണം. അദ്ദേഹത്തിന് ഏകദേശം 1 ലക്ഷം ഒരു വർഷത്തെ ചിലവ് ബാക്കപ്പായിട്ട് വേണം. അപ്പോൾ അങ്ങനെ പറയുമ്പം ഉള്ളൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 3 വർഷമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. 3 വർഷത്തിനുള്ളിൽ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ നിലവിലെ ക്യാഷ് ഫ്ലോയിൽ അദ്ദേഹത്തിന് നമ്മൾ നോക്കിക്കഴിയുമ്പം അദ്ദേഹത്തിന് അത്രയും ഒരു എമൗണ്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി അദ്ദേഹം നാട്ടിൽ സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്യാഷ് ഫ്ലോ അത്ര ടൈറ്റ് ആവില്ല. നാട്ടിൽ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്യാഷ് ഫ്ലോ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ജനറലി ഒരു KSFE ചിട്ടി സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 40 മാസത്തെ 20,000 രൂപയുടെ ഒരു KSFE ചിട്ടി ആണ് സജസ്റ്റ് ചെയ്തത്.
അത് 2027-28 തൊട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു 40 മാസം കൊണ്ട് അത് ഫണ്ട് കണ്ടെത്താനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്. പക്ഷേ അത് നമ്മൾ ഈ ഒരു കാര്യം, അതായത് ഈ ബിസിനസ്സിൻ്റെ കാര്യം അതുപോലെ തന്നെ വീട് വെക്കുന്നതിൻ്റെ കാര്യം, അത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് അടുത്ത റിവ്യൂസിലേക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അന്നേരം ഒരു ക്ലാരിറ്റി കുറച്ചും കൂടെ വന്നു കഴിയുമ്പോൾ അതനുസരിച്ച് നമുക്ക് പ്ലാൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇതുവരെ സജസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും കൂടെ ഒരു സമ്മറൈസ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാ കാര്യങ്ങളും സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു 5-6 വർഷത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലൂടെ നമുക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. എത്ര എക്സ്പെൻസ് എവിടെയൊക്കെ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ഇത് ലഭിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ടാക്സ്, അദ്ദേഹത്തിന് നോക്കിക്കഴിയുമ്പോൾ ടാക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുതിയ ടാക്സ് റെജീമിൽ പോകുന്നതാണ് ബെറ്റർ ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ടാക്സ് റെജീമാണ് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യുന്നത്. എല്ലാ ഫിനാൻഷ്യൽ പ്ലാനും സബ്ജക്റ്റ് ടു ചേഞ്ച് ആണ്. കാരണം നമുക്കറിയാം പല ഫാക്ടേഴ്സും മാറിക്കൊണ്ടിരിക്കും. സാലറി കൂടാൻ കുറയാം, ഇൻകം കൂടാൻ കുറയാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ മറ്റു മാറ്റങ്ങൾ വരാം, അംഗങ്ങൾ കൂടാൻ ഒരുപക്ഷെ കുറയാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഫിനാൻഷ്യൽ പ്ലാൻ അത്യാവശ്യമായി വീണ്ടും നമ്മൾ റിവ്യൂ ചെയ്ത് പുതുക്കിയെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാ ഫൈനാൻഷ്യൽ പ്ലാനുകളും ഇങ്ങനെ പുതുക്കിയെടുക്കേണ്ടത് അറ്റ്ലീസ്റ്റ് വർഷത്തിലൊരിക്കലെങ്കിലും ഒന്ന് റിവ്യൂ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നേരെ പോകുന്നുണ്ട്. ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ ഉദ്ദേശിച്ച ഡയറക്ഷനിലാണോ കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒരു റിവ്യൂ എല്ലാ കൊല്ലവും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കാൻ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആവശ്യമെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഒരു ഫിനാൻഷ്യൽ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വ്യക്തമായ ഒരു ക്ലാരിറ്റി കിട്ടുകയാണ്. ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം എങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു സ്റ്റേബിളായിട്ട് നമുക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഭാവി ഉണ്ടാകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സമാധാനം, നമുക്ക് സ്വസ്ഥമായിരിക്കാം, ടെൻഷനൊന്നും ഇല്ലാതെ നമ്മുടെ SIPs അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നമ്മുടെ സാലറിയിൽ നിന്നുള്ള വരുമാനം എത്രയാണെന്ന് നമുക്കറിയാം, എത്ര പോകുന്നതെന്ന് നമുക്കറിയാം. അത് ആ ഒരു രീതിയിൽ നടക്കുമ്പോൾ നമ്മുടെ ഒരു സമാധാനമാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാവിയിൽ നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു സമാധാനം, ഒരു ഉറപ്പ് നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. സോ താങ്ക് യു.